കൃഷ്ണകുമാറിന്റെ മകളായ ദിയാകൃഷ്ണയുടെയും അശ്വിൻ്റെയും മകൻ ഓമിയുടെ ഒന്നാമത്തെ ബർത്ത്ഡേ ആണ്. എത്രാമത്തെ ബർത്ത്ഡേ? ഒന്നാമത്തെ ബർത്ത്ഡേ. ഈ ഒന്നാമത്തെ ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇനി എത്ര ഇല്ലാത്തവനായാലും ശരി, ഇനി എത്ര വലിയ പണക്കാരനായാലും ശരി, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേക്കെങ്കിലും മേടിക്കും. അതായത് അഷ്ടിക്ക് വകയില്ലാത്തവൻ വരെ എന്ന് പറഞ്ഞാൽ ഒരു കേക്ക് മേടിക്കും. അത് മാത്രവുമല്ല, സ്വന്തം അച്ഛനെയും അമ്മയെയും എല്ലാവരെയും വിളിക്കുകയും ചെയ്യും. അത് നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ളൊരു സമ്പ്രദായം തന്നെയാണ്, അല്ലാതെ ഇന്നലെ മുതലുണ്ടായ ഒരു പുതിയ സംഭവമൊന്നുമല്ല. അപ്പോൾ നമ്മളെല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഓമിയുടെ ബർത്ത്ഡേക്ക് എവിടെയാണ് അശ്വൻ്റെ മാതാപിതാക്കൾ, അവരെവിടെ പോയി എന്ന് നമ്മളെല്ലാവരും ചോദിക്കുന്നുണ്ട്. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അതിനൊരു മറുപടി ഇതുവരെ തന്നിട്ടില്ല. പക്ഷേ ഇന്ന് ദിയാകൃഷ്ണ പറഞ്ഞൊരു മറുപടി ഉണ്ട്, അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹാളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു, അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. ഇതെന്താ, കൊച്ചിനെ തട്ടിക്കൊണ്ടുപോകുന്നവരാണോ ഈ വരുന്നവർ മുഴുവൻ? അല്ല, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കൊച്ചിനെ എടുത്തുകൊണ്ടുപോകുന്നവർ തിരിച്ചു കൊണ്ട് തരുന്നില്ലെങ്കിൽ ഇതെന്താ, കൊച്ചിനെ തട്ടിക്കൊണ്ടുപോകുന്നവരാണോ? അല്ല, ആരെ പറ്റിയിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളെല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, അശ്വിൻ്റെ ഫാമിലി എവിടെ എന്നാണ്. അല്ലാതെ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാരൊന്നല്ല. കൊച്ചിനെ നമുക്ക് തരുന്നില്ല, വലിയൊരു ഹോട്ടൽ റൂം എടുക്കണം. കോലാഹലം വേണ്ട, കുഞ്ഞിനും അവന് എത്രയെന്ന് പറഞ്ഞ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാരും പോയിട്ടല്ലേ നമ്മൾ ഒരു അലമ്പ് വേണ്ട, അവന് ഓർമ്മയുണ്ടാവില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ ആദ്യം ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇന്ന് കണ്ട ആളെ നാളെ കാണുന്നില്ല, ഒരു മണിക്കൂർ മുമ്പ് കണ്ട ആളെ കുറച്ച് കഴിഞ്ഞാൽ കാണുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത വർഷം ആകുമ്പോഴേക്ക് എത്ര ആൾക്കാരുണ്ടാകും, എങ്ങനെ ഉണ്ടാകും എന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകന് ഓർമ്മകളൊക്കെ വരുമ്പോഴേക്ക് ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളൊന്നും ഉണ്ടാവില്ല ചിലപ്പോഴും കൂടാ. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങളുടെ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് ആ ഒരു കുടുംബത്തെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അതൊരു വലിയ പരാജയം തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങളെ എതിർത്ത് പറയാൻ ധൈര്യമില്ലാത്ത ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ കുടുംബത്തിലുണ്ട്. അതുകൊണ്ടാണ് അവരെല്ലാവരും മിണ്ടാതിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ പബ്ലിക്കിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കിക്കോളും എന്ന് ഉണ്ടെങ്കിൽ, നമ്മളെ കാണിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും പറയില്ല. പക്ഷെ ഇതൊക്കെ പബ്ലിക്കിൽ ഇട്ടപ്പോഴേ ചോദ്യങ്ങൾ വരും. ഇപ്പോഴേ ആ ചെറുക്കൻ്റെ വീട്ടുകാർക്കുള്ള നാണക്കേട് എത്രയായിരിക്കും എന്നറിയാം. ആ ചെറുക്കൻ്റെ വീട്ടുകാരോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളെ വിളിച്ചില്ല അല്ലേ? അഹങ്കാരമാണ് മോളെ, അഹങ്കാരം. ഈ അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ, ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും തീരാൻ വലിയ പണിയൊന്നുമില്ല. അഹങ്കാരം, ആ അഹങ്കാരം എന്ന് പറയുന്നതില്ല, അതൊരു വലിയ സംഭവം തന്നെയാണ്. ദൈവം, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ മുകളിൽ വരെ അഹങ്കാരം കാണിക്കരുത്. ആ അച്ഛനും അമ്മയും എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ പാർട്ടീസ് ഒക്കെ അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കത് പറ്റാറില്ല. ഞാൻ ഏറ്റാൽ ചെയ്യും. ഇപ്പൊ അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഏറ്റ പരിപാടി, അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക്. പക്ഷെ പുളു അടിക്കുന്നതിന് കുറച്ചൊക്കെ ഒരു മാന്യത വേണം. കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോഴും എന്ന് പറഞ്ഞാൽ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ഇഷ്ടംപോലെ ഉണ്ട്. അല്ലാതെ ഹോസ്റ്റ് ചെയ്തവർ ലാസ്റ്റ് പോകണം എന്നുള്ള നിബന്ധനയൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, സ്വന്തം മകൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ കുറച്ച് സമയമൊക്കെ ചെയ്യേണ്ടി വരും. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെയും വിളിച്ച് കൂട്ടിയിട്ട് അയ്യോ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്താ ലോകത്ത് ആദ്യമായിട്ടാണോ ഇതൊരു ബർത്ത്ഡേ നടത്തുന്നത്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്ത് വിരോധാഭാസമാണ് നിങ്ങൾ പറയുന്നത്? നമ്മൾ ഈ പ്രേക്ഷകർ ചോദിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന എന്താണ്, അശ്വിൻ്റെ മാതാപിതാക്കൾ എവിടെയെന്നതാണ്. അല്ലാതെ നിങ്ങൾ ഈ ലോകത്തിലെ ആൾക്കാരെ തിരിച്ചും വിളിക്കണം എന്ന് ആരാ പറഞ്ഞത്? ലോകത്തിലെ ഒരു കുഞ്ഞിനെ പോലും നിങ്ങൾ വിളിക്കണ്ട, പക്ഷേ അശ്വിൻ്റെ മാതാപിതാക്കൾ എവിടെ, അതല്ലേ എല്ലാവരും ചോദിക്കുന്നത്. അതിനുള്ളൊരു മറുപടിയല്ലേ വേണ്ടത്. ഇതിപ്പോ ആകുമ്പോഴത്തേക്ക് നമ്മള് എന്താ പറയാ, എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് അത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അശ്വിനാവുന്നൊക്കെ മാറ്റിയോടും അപ്പൊ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അപ്പൊ അതിനേക്കാൾ ഇപ്പം അശ്വിനായാലും അത് താല്പര്യമില്ല. അശ്വിനും ഇതുപോലെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ മൂന്നുപേരും എവിടെയെങ്കിലും, ഇപ്പൊ ബേബി ഇച്ചിരിയുടെ വലുതായിട്ട് വെൻ ഹി റിമെമ്പർ. എടാ, അശ്വിൻ അത് താല്പര്യമില്ലാന്ന്. സ്വന്തം മാതാപിതാക്കളെ വിളിക്കുന്നില്ല, അതാണോ താല്പര്യക്കുറവ്? നിങ്ങൾ നാട്ടുകാരെ വിളിക്കേണ്ട എൻ്റെ പൊന്നു സഹോദരി. നിങ്ങൾ എന്തിനാണ് ആ ഒരു ചെറുക്കൻ ഇങ്ങനെ ഇട്ട് ഇതാക്കുന്നത്?
നാട്ടുകാരുടെ മുന്നിൽ എന്തിനാ വെറുതെങ്കിലും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ള, അല്ലെങ്കിൽ ആ ചെറുക്കൻ തന്നെ പറയുന്ന, അശ്വിൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മാതാപിതാക്കൾ എന്നെ രാജകുമാരനെ പോലെയാണ് വളർത്തിയത് എന്ന്. ആ രാജകുമാരൻ്റെ അവസ്ഥയാണോ ഇത്? ആ രാജകുമാരൻ ഇന്ന് എന്താണ്? രാജകുമാരൻ എവിടെ ഇന്ന്? ഇത്രയും വിദ്യാഭ്യാസം തന്ന് രാജകുമാരനെ പോലെ അച്ഛനും അമ്മയും വളർത്തിയ രാജകുമാരൻ്റെ അവസ്ഥയായത്. അതായത് അശ്വിനും ഇഷ്ടമല്ല, അശ്വിനും ഇഷ്ടമല്ലാതുകൊണ്ടല്ലേ നമ്മൾ വിളിക്കാഞ്ഞത്. ഓക്കെ, അവന്റെ ബർത്ത്ഡേ ഇപ്പൊ അവന് വേണ്ട കേക്ക് അങ്ങനെ വേണം, അവനെ ടോയ്സ് അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാരെയും വിളിച്ച് അവനൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ, എന്റർടൈൻമെന്റ് ആവട്ടെ എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ ഇതിപ്പോ എല്ലാരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അവ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവനാകെ വീട്ടിലുള്ള 1-2 ചട്ടിയും കല്ലൊക്കെയാണ് അവന് ഇഷ്ടം. നമ്മൾ അതൊക്കെ കൂടെ പറക്കിയെടുത്ത് ഫ്ലാറ്റിൽ കൊണ്ട് വെക്കണം. അവനെ ഫ്ലാറ്റിലിരുന്ന് എന്റെ പൊന്ന് സഹോദരി, ലോകത്തുള്ള സകല ആൾക്കാരും 1-ാം പിറന്നാൾ കഴിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. അത് ഞാനായാലും നിങ്ങളായാലും നിങ്ങളുടെ മാതാപിതാക്കളായാലും എല്ലാവരും തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം പിറന്നാൾ കഴിഞ്ഞിട്ട് തന്നെയാണ് ഈ ലോകത്ത് ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ ഗിഫ്റ്റ് അവന് ഓർമ്മയില്ല, അല്ലെങ്കിൽ കിട്ടിയ ഇത് അവന് ഓർമ്മയില്ല. എന്തിനാ ഇങ്ങനെ വന്നിട്ട് വീണെടുക്ക കിടന്ന് ഉരുളുന്നത്? അതായത് നിങ്ങളും നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും തമ്മിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോ, കർമ്മ എന്ന് പറയുന്ന ഒന്നുണ്ട് കേട്ടാ. ഇതേ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ സൂക്ഷിച്ചോ. അതായത് ഈ ചെറുക്കൻ വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ ഒഴിവാക്കുന്നത് സൂക്ഷിച്ചു നടന്ന് പൊടി പിടിക്കും. അവസാനം അത് വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കണം. എന്തിനാ വെറുതെ ഇത്രയും കോംപ്ലിക്കേഷൻസ്? അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ബഡ്ജറ്റ് ഹോളിഡേസിന് അപ്പം തന്നെ മെസ്സേജ്, നമുക്ക് ഏതെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യണം, ട്രിപ്പ് പോവാം. അതാകുമ്പോൾ ഒരു കുഞ്ഞു കപ്പ് കേക്കോ എന്തെങ്കിലും മേടിച്ചിട്ട് ഭൂമിക്ക് നമ്മൾ പാട്ട് പാടിക്കൊടുത്ത് അവനൊരു സ്പെഷ്യൽ ഡേ, അവന് വേണ്ട പോലെ, അവന് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയ ഇഷ്ടം, അവനെ പൂളിൽ കൊണ്ടുപോകുന്നു, അവനെ നമ്മൾ കറങ്ങാൻ പുറത്ത് കൊണ്ടുപോകുന്നു, അവനിങ്ങനെ എവിടെയെങ്കിലും കറങ്ങി നടന്നാലും കുറച്ച് കഴിയുമ്പോൾ അവന് പാല് കുടിക്കണം, ഫുഡ് കഴിക്കണം. അപ്പൊ അവന്റെ ഇഷ്ടത്തിൽ നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഞാൻ പൊതുവെ ഹോട്ടൽ റൂംസിൽ വരുമ്പോൾ ഇവനെ തറയിൽ ഇറക്കി വിടാറില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അശ്വിൻ എന്ന് പറയുന്നവൻ്റെ ഫാമിലിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ട്രിപ്പ് പോയത്. അല്ലാതെ ഇവർ ട്രിപ്പ് പോയത് വെറുതെ ഒന്നുമല്ല. പക്ഷേ വന്നതിന് ശേഷമോ എപ്പോഴാണെന്നറിയാം ഇവരെ വീട്ടിൽ വെച്ച് നല്ലൊരു ആഘോഷം നടന്നു. അതിലെന്ന് പറഞ്ഞ് ഈ അശ്വിൻ എന്ന് പറയുന്നവൻ്റെ അമ്മയെയോ അച്ഛനെയോ അല്ലെങ്കിൽ വേറൊരാളെ പോലും ക്ഷണിച്ചിട്ടില്ല. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. അതായത് ആ കുടുംബത്തിൻ്റെ മാനസിക അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. സ്വന്തം മകൻ്റെ കുഞ്ഞിൻ്റെ 1-ാം പിറന്നാളിന് പങ്കെടുക്കാത്ത ലോകത്തിലെ ഈ ഒരേ ഒരു മാതാപിതാക്കളെ ഉണ്ടാവുള്ളൂ, ഈ ചെറുക്കൻ്റെ അമ്മയും അച്ഛനും മാത്രം. അതായത് ലോകത്തുള്ള എല്ലാവരും പങ്കെടുക്കുന്നതാണ്. വിദേശത്തുനിന്ന് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഇങ്ങോട്ട് വരുവായിരുന്നു, അങ്ങനെ പങ്കെടുക്കുമായിരുന്നു. ഒരാളെങ്കിലും പങ്കെടുക്കും. ഇനി അച്ഛന് സമയമില്ലെങ്കിൽ അമ്മ പങ്കെടുക്കും, അമ്മയ്ക്ക് സമയമില്ല അച്ഛൻ പങ്കെടുക്കും, ഇല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ഉണ്ടാകും. അതുപോലും പങ്കെടുക്കാത്ത ഒരേ ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിലിപ്പോഴേ ഇവർ കുറേ ന്യായീകരണങ്ങൾ മാത്രമാണ് നിരത്തുന്നത്. അതായത് ദിയ കൃഷ്ണ എന്ന് പറയുന്ന നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മകള് നിരത്തുന്ന ന്യായീകരണങ്ങളെ അവന് ഓർമ്മയുണ്ടാവില്ല, അവന് ഇഷ്ടമല്ല. അവൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ദ്വീപിലേക്ക് പോകുന്നതാണ്, ടൂറൊക്കെ പോകുന്നതാണ്. അതൊക്കെ ഭയങ്കര ഓർമ്മയായിരിക്കുമല്ലോ. അതായത് ടൂറൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഓർമ്മയായിരിക്കും. അപ്പം അവൻ അതൊന്നും ഓർമ്മയുണ്ടാവില്ല. എൻ്റെ പൊന്നു മക്കളെ, ഏറ്റവും വലിയ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയുക, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ നിൽക്കുന്നത് തന്നെയാണ്. മോൾക്കത് മനസ്സിലാവില്ല. കാരണം എന്താ അറിയുക, മോൾക്ക് നല്ലൊരു മുത്തശ്ശിയും കിട്ടിയില്ല. അതാണ് മോളുടെ പ്രശ്നം, അല്ലാതെ വേറെ ഒന്നുമല്ല. മോൾക്ക് ആ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും സ്നേഹം കിട്ടിയിരുന്നുവെങ്കിൽ ഒരിക്കലും അശ്വിൻ്റെ അമ്മയോടും അച്ഛനോടും ഇങ്ങനെ പെരുമാറത്തില്ല. അവരെ വിളിക്കുമായിരുന്നു നിങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് ന്യായീകരണം കൊണ്ടാകാം, അവർ വന്നിട്ടില്ല, അവർക്ക് വേറെ തിരക്കുകളുണ്ട്. ഒരച്ഛനും അമ്മയും ആ തിരക്ക് ഒരു അച്ഛനും അമ്മക്കും ഉണ്ടാവില്ല തോന്നാണ്. അതായത് നിങ്ങൾ വിളിക്കാത്തതുകൊണ്ട് മാത്രമാണ് അവർ വരാതിരുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ പൈസ തിരിച്ചു തരാത്തതുകൊണ്ടായിരിക്കാം എന്തെങ്കിലും വിഷയം ഉണ്ടാകും. ചിലപ്പോഴും നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാരോടാണ് പറഞ്ഞത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സ്വന്തം മനസ്സിലൊക്കെയല്ലേ ചെയ്തത്. അശ്വിൻ്റെ വീട്ടിലേക്ക് ബിസിനസ് നടത്താൻ വേണ്ടി പൈസ കൊടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ അപമാനിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപമാനിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളല്ല. നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ അശ്വിൻ എന്ന് വിളിച്ചു പറയുന്ന ഒരുത്തനുണ്ടല്ലോ, എന്തിനാടോ വെറുതെങ്കിലും താനൊക്കെ പറയുന്ന കാര്യങ്ങൾ രാജകുമാരനെ പോലെയാണ് വളർത്തിയത് എന്ന് പറഞ്ഞിട്ട് താനൊക്കെ കൊടുക്കുന്ന ശിക്ഷയാണോ ഇത് മാതാപിതാക്കൾക്ക്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എത്ര മോശമായ ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തതെന്നറിയോ? കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അച്ഛനും അമ്മക്കും നല്ല രീതിയിൽ പറയാനുണ്ടാവും. കാരണം അവരൊരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, വളരെ മോശമായിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊന്നും ഒരു ഇതുമില്ല, ഒരു എന്താ പറയുക, ഇതിനൊന്നും ഒരു മറുപടിയില്ല. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം.